ടെഹ്റാനിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളുടെ നടുവിലൂടെ അയത്തുള്ള അലി ഖൊമേനിയുടെ ഭൗതിക ശരീരം എത്തിച്ചു. ഇതോടുകൂടി തന്നെ വിപുലമായ വിലാപ യാത്രയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം, മുജ്തബ ഖൊമേനി ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി തന്നെ എത്തുമോ എന്നതാണ്. ഈ ഒരു രീതിയിൽ, അതായത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശരീരം ഒരു നോക്ക് കാണാൻ അദ്ദേഹം എത്തിയാൽ, മുജ്തബ ഖൊമേനി എത്തിയാൽ, അവിടെ ജീവനോടുകൂടി തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്താനായി ജൂതപ്പടയും ട്രംപും ഇപ്പോൾ തക്കം പാർത്തിരിക്കുകയാണ്. നിലവിൽ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ ടെഹ്റാനിലെ ഇമാം ഖമേനി ഗ്രേറ്റ് മൊസല്ല പള്ളിയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നത്. ഇറാന്റെ ദേശീയ പതാക പുതപ്പിച്ച ഖൊമേനിയുടെ മൃതദേഹം അടങ്ങിയ ആ ഒരു പെട്ടി വൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ തന്നെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഖൊമേനിക്ക് വിട ചൊല്ലാനായിട്ട് ടെഹ്റാനിലേക്ക് തടിച്ചുകൂടുന്നത്. ഇവർ വിലാപ ചടങ്ങുകളിൽ പങ്കാളികളാകുവാനും തങ്ങളുടെ പ്രിയ നേതാവിനെ അവിടെ ആരാധനയോടുകൂടി തന്നെ അദ്ദേഹത്തിന് ഒരു നോക്ക് കണ്ടുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ജനസാഗരം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വരും ദിവസങ്ങളിൽ നിരവധി ചടങ്ങുകളോടുകൂടിയായിരിക്കും ഭൗതിക ശരീരം അവിടെ സംസ്കരിക്കുക. ഫെബ്രുവരി 28-ന് ഇറാനിൽ US-ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആദ്യ ദിനത്തിലാണ് 86-കാരനായ അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടത്. നീണ്ട 36 വർഷക്കാലം ഇറാന്റെ പരമോന്നത നേതാവായിരുന്നു അദ്ദേഹം. ഖൊമേനിയുടെ ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4-ന്, അതായത് വരുന്ന ദിവസം, അതായത് നാളെ, ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ആരംഭിക്കും. തുടർന്ന് ജൂലൈ 9-ന് അദ്ദേഹത്തിന്റെ ജന്മനാടും വടക്ക് കിഴക്കൻ ഇറാനിലെ പുണ്യ നഗരവുമായ മഷാദിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതോടുകൂടി തന്നെയാണ് ഈ ചടങ്ങുകൾ സമാപിക്കുന്നത്. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കുമെന്നതാണ് റിപ്പോർട്ട്. അതുമാത്രമല്ല, ഇന്ത്യയിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അദ്ദേഹത്തിനടക്കം ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ മോദിക്ക് പകരം മറ്റു 2 നേതാക്കളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നത്. അതുമാത്രമല്ല, ഏകദേശം 90 രാജ്യങ്ങളാണ് ഈ ചടങ്ങിലേക്ക് എത്താനിരിക്കുന്നത്. അതിൽ ഏകദേശം 30 രാജ്യങ്ങൾ ഇപ്പോൾ മുൻകൂട്ടി തന്നെ ക്ഷണം സ്വീകരിച്ചു എന്നതാണ് കണക്കുകൾ. നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഏറെക്കുറെ തന്നെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ പോലും ആശങ്കകൾ ഇപ്പോഴും വിട്ടൊഴിയുന്നില്ല. ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാനുമാകില്ല. ഇപ്പോൾ ട്രംപ് ആകട്ടെ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം തികച്ചും ഒരു പ്രഹസനം മാത്രമാണ്. ഇനിയും ഇറാന്റെ അടിവേര് തോണ്ടി ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ അടക്കം മരണം കാണാതെ ഇവിടെ ട്രംപും കൂട്ടരും അടങ്ങില്ല എന്നും അത് തന്നെയാണ് ട്രംപിന്റെ വാക്കുകളിലും ഒളിഞ്ഞിരിക്കുന്നത്. അയൽ രാജ്യമായ ഇറാഖ് ഉൾപ്പെടെ തന്നെ 5 നഗരങ്ങളിലായി തന്നെ 6 ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ ചടങ്ങുകളാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതേസമയം വരുന്ന ശനിയാഴ്ച ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നതോടുകൂടി തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കുകയും തുടർന്ന് വരുന്ന അടുത്ത ദിവസം തന്നെ ടെഹ്റാനിലെ നഗരവീഥികളുടെ വിലാപമായ, അതായത് അവിടെ വലിയൊരു വിലാപ യാത്ര നടക്കും. ഒപ്പം തന്നെ ജൂലൈ 7-ന് പുണ്യ നഗരമായ കൊമിലോക്ക് കൊണ്ടുപോകുന്ന ഭൗതിക ശരീരം അവിടെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഇറാഖിലെ നജാഫ്, കർബാല എന്നീ നഗരങ്ങളിലെ ചടങ്ങുകൾക്കും അവിടേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ജൂലൈ 9-ന് ഇറാന്റെ വടക്ക് കിഴക്കൻ നഗരമായ മഷാദിൽ ഖൊമേനിയുടെ ജന്മനാട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ സംസ്കരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.